നമസ്കാരം. മുഖാമുഖത്തിൻ്റെ ഈ ലക്കത്തിൽ ശ്രീ എം ഹസൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. UDF-ൻ്റെ ഒരു പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൂർണ്ണതയെ മൊത്തത്തിൽ നോക്കിക്കാണുന്നത്? എങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ ഈ വയനാടും ചേലക്കരയും പാലക്കാടും എല്ലാം നല്ല തയ്യാറെടുപ്പോടുകൂടി പ്രവർത്തനം തുടങ്ങിയതാണ്. ഇപ്പോൾ പ്രവർത്തനം ഏതാണ്ട് ഫുൾ സ്വിങ്ങിലായി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. UDF-നെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആരും തർക്കിക്കുന്നില്ല. വയനാടിനാരും വിജയാവകാശവാദമൊന്നും ആരും ഉന്നയിക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ശ്രീമതി പ്രിയങ്ക ഗാന്ധി വിജയിക്കാൻ പോകുന്നത് എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ഞങ്ങളുടെയും വിലയിരുത്തൽ അതാണ്. പാലക്കാട് UDF-ൻ്റെ ഒരു സീറ്റാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഷാഫി പറമ്പിൽ ജയിച്ചതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല ശക്തമായ മത്സരത്തിലൂടെയാണ് ജയിച്ചു വന്നത്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. പാലക്കാട് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്തു. പിന്നെ ഇപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പായാലും പൊതുതെരഞ്ഞെടുപ്പായാലും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ പാർട്ടിക്കകത്തു നിന്ന് ചില പൊട്ടലും ചീറ്റലും എല്ലാം ഉണ്ടാകും. അത് 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് അവസാനിക്കും. പക്ഷെ ഇത്തവണ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കാലുമാറി അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കിയ ഒരാൾ LDF സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആ പ്രചരണം LDF തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതേ ഉള്ള അവിടെ വ്യത്യാസം. പക്ഷേ ഞങ്ങളുടെ വിലയിരുത്തൽ ഷാഫി പറമ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടം ജയിക്കും. ചേലക്കര ഞങ്ങളുടെ സീറ്റല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്തവണ ഞങ്ങൾ ചേലക്കര പിടിച്ചെടുക്കും. ചേലക്കരയിൽ ഞാൻ കഴിഞ്ഞ 2-3 ദിവസം ചേലക്കരയിൽ ഉണ്ടായിരുന്നു. കുടുംബയോഗങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ആണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ചേലക്കരയിലെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളുണ്ട്, അതല്ല. പക്ഷേ ഗവൺമെൻറ് വിരുദ്ധ വികാരം അത് ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, മാർക്സിസ്റ്റ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലുണ്ടായ ചില സംഭവങ്ങൾ, ഈ പൂരം കലക്കലിനെ തുടർന്നുണ്ടായ സംഭവം, മുഖ്യമന്ത്രി പൂരം കലക്കിയിട്ടില്ല, വെടിക്കെട്ട് താമസിച്ചു എന്നൊക്കെ പറഞ്ഞത് തൃശ്ശൂരിലെ പൂരം കലക്കലിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും തൃശ്ശൂർ ജില്ലയിലാണല്ലോ ചേലക്കരയിലും അതിൻ്റെ അലയടികൾ ഉണ്ട് ജനങ്ങൾക്കിടയിൽ. അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുണ്ട്. അപ്പോഴാണ് PP ദിവ്യയുടെ ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയും PP ദിവ്യയുടെ കേസ്, അത് സ്ത്രീകൾക്കിടയിലും അവിടുത്തെ മാർക്സിസ്റ്റ് അനുഭാവികൾക്കിടയിലും പ്രത്യേകിച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും വലിയ ഒരു രോഷവും അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് വിരുദ്ധ വികാരമായി രൂപപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ നല്ല കഴിഞ്ഞ തവണ രാധാകൃഷ്ണൻ്റെ ആധിപത്യമായിരുന്നതോടെ ആ ആധിപത്യം നമുക്ക് തകർത്തുകൊണ്ട് ഇത്തവണ നമ്മുടെ രമ്യ ഹരിദാസ് വിജയത്തിലേക്ക് എത്തും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട ചർച്ചയെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. അത് ഷാഫി പറമ്പിലിൻ്റെ മാത്രം നോമിനിയായ സ്ഥാനാർത്ഥിയാണോ രാഹുൽ മാങ്കൂട്ടം? അങ്ങനെയൊന്നുമല്ല. അത് വാസ്തവത്തിൽ ആ ഒരു നരേഷൻ കൊടുത്തത് ഇയാളാണ്. സരിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ, സ്ഥാനാർത്ഥിത്വം കിട്ടാതായപ്പോൾ സരിൻ ഈ നേരെ LDF-ൻ്റെ പിന്തുണയ്ക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയ്ക്ക് വേണ്ടി ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ സരിൻ അപ്പം തന്നെ പറഞ്ഞു, ഞാനിനി ലെഫ്റ്റ് അടിക്കുകയാണെന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രി ഏകാധിപതിയാണെന്ന് പറഞ്ഞ് നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ. സരിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്ന ജനങ്ങൾക്കിടയിലല്ലല്ലോ. അദ്ദേഹം ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ ശേഷവും അദ്ദേഹം ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ്. അദ്ദേഹം ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇതിലൊക്കെ ആയിട്ടുള്ള പ്രവർത്തനമാണ് മെയിനായിട്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ IT ഡിജിറ്റൽ മീഡിയയുടെ കൺവീനറായി, സോഷ്യൽ മീഡിയയുടെ കൺവീനറായി. അങ്ങനെയുള്ള ഒരാൾ അതുവരെ ഇട്ട പോസ്റ്റുകളെല്ലാം ഏറ്റവും അവസാനം ഇട്ട പോസ്റ്റുകൾ ഞങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കൂറുമാറ്റത്തിന് ശേഷം എടുത്ത് പറഞ്ഞു. അൻവർ PV അൻവർ CPM വിട്ടുപോകുന്നു, CPM-ൽ നിന്ന് പുറത്തു പോകുന്നു. അന്ന് അയാളുടെ PV അൻവർ CPM-ൽ നിന്ന് പുറത്ത്, പിണറായി വിജയൻ RSS-നകത്ത്, രണ്ടുപേരുടെയും മുഖം കൊടുത്തു. അങ്ങനെ പ്രചരിപ്പിച്ച ഒരാൾ ഒരു
ഓവർ നൈറ്റ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറി. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ സതീശൻ്റെ ഏകാധിപത്യമാണ്, ഷാഫി പറമ്പിലിൻ്റെ പിന്തുടർച്ചക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം, ഞാൻ പിന്തുടർച്ചാവകാശത്തിനെതിരായി ഫൈറ്റ് ചെയ്യുന്നു, ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ്. അങ്ങനെയുള്ള പ്രചരണം അദ്ദേഹം ആരംഭിച്ചതാണ്. പിന്നീട് ആ പ്രചരണത്തിന് ശക്തി കൂട്ടാൻ CPM-ഉം പിന്നെ മറ്റ് ചില മാധ്യമങ്ങളുമൊക്കെ പലതും പറഞ്ഞെങ്കിലും കോൺഗ്രസിൻ്റെ പിന്നെ എല്ലാ കാലത്തെയും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനൊരു സിസ്റ്റമുണ്ട് എല്ലാ സ്റ്റേറ്റിലും. KPCC-യിൽ നിന്ന് കൊടുക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് ചിലപ്പോൾ പാനലായിട്ട് കൊടുക്കും, ഒറ്റ പേര് കൊടുക്കും. പാനലായിട്ട് കൊടുത്താൽ അവിടെ കോൺഗ്രസ് പാർലമെൻ്ററി ബോർഡ് പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ ഒന്നാമത്തെ പാനലുകാരന് കൊടുക്കാതെ പാനലിൽ രണ്ടാം സ്ഥാനത്തുള്ളവർക്കൊക്കെ കൊടുത്ത് പല മുൻകാല സംഭവങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഇതൊറ്റ പേരാണ് കൊടുത്തത്. ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടേത് ഞങ്ങൾ ഈ KPCC-യുടെ ശുപാർശയിൽ ഒരു പേര് അല്ല, അതിൽ മറ്റൊരു പേര് പരിഗണിക്കാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രമ്യ ഹരിദാസിൻ്റെ ഒരു പേരേ കൊടുത്തുള്ളൂ. അപ്പോൾ ആ പേര് ഏകകണ്ഠമായ ഇലക്ഷൻ കമ്മിറ്റി കൊടുത്ത യഥാർത്ഥത്തിൽ അദ്ദേഹം KPCC-യുടെ നോമിനിയാണ്. അതിനാണ് ഷാഫി പറമ്പിലിൻ്റെ നോമിനി ആക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ് എന്ന് പറയുമ്പോൾ ഈ സരിൻ ഉദ്ദേശിച്ചതും ഇപ്പോൾ LDF പ്രചരിപ്പിക്കുന്നതിൻ്റെ എല്ലാം ഉദ്ദേശം ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ളൊരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വരുമെന്ന്. ആ കണക്കുകൂട്ടൽ വളരെ തെറ്റാണ്. അവിടെ നിയോജകമണ്ഡലത്തിൽ പോയാൽ അറിയാം. ഷാഫി പറമ്പിൽ അവിടെ നിന്ന് പോയി വടകര മത്സരിച്ച് വൻ വിജയം നേടിയപ്പോഴും ഇപ്പോഴും അദ്ദേഹം പാലക്കാടുകാരുടെ പ്രിയപ്പെട്ട ജനനേതാവായി തന്നെ അവിടെ നിൽക്കുകയാണ്. കാരണം ആദ്യം രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങിയ മാസ് എൻട്രി, അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് ഷാഫി പറമ്പിലിനെയാണ്. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞാൽ കിട്ടും എന്ന് സരിൻ ഉദ്ദേശിച്ച അഡ്വാൻറ്റേജ് ഇപ്പോൾ ഡിസഡ്വാൻറ്റേജായി മാറി. 10-ാം തീയതി പാലക്കാടേക്ക് എത്തുമെന്ന് ശ്രീ K മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ചില ആകുലതകളുണ്ട്. ഒരു ട്രബിൾ ഷൂട്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ പരാജയത്തിലേക്ക് നയിച്ചിട്ട് പാർട്ടി വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്ന്. അങ്ങനെ ഒരു പരിഗണനക്കുറവ് ഉണ്ടായിട്ടുണ്ടോ ശ്രീ K മുരളീധരൻ? ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം പാർട്ടിക്കകത്തുള്ള സംഭവങ്ങൾ നമുക്ക് ഒരു പുറത്ത് ചർച്ച ചെയ്യുന്നത് എപ്പോഴും തെറ്റാണ്. ഞങ്ങളുമൊക്കെ പുറത്തു പോകുന്നത്. പക്ഷേ ഒരു ഇലക്ഷൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതും ശ്രീ മുരളീധരനെ പോലുള്ള സീനിയർ നേതാവ്, മുരളീധരനായാലും ഞാനായാലും ആരായാലും, അത് പരസ്യമായി ഒരു ചർച്ചയ്ക്ക് വയ്ക്കുന്നത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം പറയാൻ എനിക്ക് ബുദ്ധിമുട്ട്. എങ്കിലും പാലക്കാട് പരിഗണിക്കാമായിരുന്ന ഒരാളല്ലേ ശ്രീ K മുരളീധരൻ? അല്ല, അത് ഞാൻ പറഞ്ഞത് പാലക്കാട് പരിഗണിക്കാവുന്ന ആളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇലക്ഷൻ കമ്മിറ്റിയിൽ നേതൃത്വം അത് പറയുമല്ലോ. ഇലക്ഷൻ കമ്മിറ്റി മുരളീധരനെ പോലുള്ള ആളുകളെ പരിഗണിക്കുകയാണെങ്കിൽ ഒറ്റ പേരല്ലല്ലോ അയക്കുക, ഒരു പാനലിൽ അയക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതായി വന്നിട്ടുള്ള ഇന്നത്തെ പത്രത്തിൽ വന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ മത്സരിക്കുന്നത് നല്ലതല്ല എന്ന് ഒരു സീനിയർ നേതാവ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആരാന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പരിഗണിക്കുക എന്നത് ഇപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. BJP-യുടെ ഒരു സാന്നിധ്യമാണ് പാലക്കാട് കൂടുതൽ സജീവ ചർച്ചയാകുന്നത്. കൃഷ്ണകുമാറിനെ പോലെ സ്ഥാനാർത്ഥി വരുന്നു, LDF സ്ഥാനാർത്ഥിയുടെ ഒരു ഗ്രാവിറ്റിയെക്കുറിച്ച് സംശയം വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. BJP ഒരു ത്രികോണ മത്സരം ഉണ്ടോ പാലക്കാട്? യഥാർത്ഥത്തിൽ ത്രികോണ മത്സരം ആണ് കഴിഞ്ഞ തവണ നടന്നത്. ഇത്തവണ LDF-ഉം UDF-ഉമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടാകണമെന്നാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. പക്ഷേ CPM 3-ാം സ്ഥാനത്ത് പോയി രണ്ട് തിരഞ്ഞെടുപ്പ്. 2-ാം സ്ഥാനത്ത് വരാനോ ജയിക്കാനോ ആണ് CPM ഈ ഇലക്ഷൻ തന്ത്രം ആവിഷ്കരിക്കുമ്പോൾ ആലോചിച്ചിരുന്നെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ, അതും ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടി ചിഹ്നത്തിലല്ലാതെ ഡോക്ടർ സരിൻ്റെ സ്റ്റെത്തസ്കോപ്പാണ് ചിഹ്നം. അരിവാൾ ചുറ്റിക നക്ഷത്രം ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടില്ല. ഇല്ലാത്ത ചേലക്കരയിൽ ആ ചിഹ്നത്തിലാണ് അവിടെ LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ, ഞങ്ങളൊക്കെ പറയുന്നത് വാടകയ്ക്കെടുത്ത ഒരാളെ നിർത്തിയിരിക്കുന്നു. നേരത്തെ പേര് വന്നു, ഇവിടെ മുരളീധരൻ്റെ പേര് അല്ല, ഈ നോമിനിയാണ് നേരത്തെ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നില്ലേ. LDF-ൻ്റെ സ്ഥിതി എന്താണെന്നറിയാം. ആദ്യം പത്രത്തിൽ വന്ന പേര്,
ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് അനൗദ്യോഗികമായിട്ടാണെങ്കിലും വിശ്വസനീയമായ വാർത്ത, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ, അത് അന്തരിച്ച മുൻ മന്ത്രി ഇമ്പിച്ചി ബാവയുടെ ഡോക്ടറിലാണ്, അവരുടെ പേരാണ് വന്നത്. അത് മാറ്റി ഒരു പെട്ടെന്നാണ് ഈ നാടകീയമായി സരിൻ അദ്ദേഹത്തിൻ്റെ ഈ രാജി ഇടതുപക്ഷത്തോടുള്ള ആഭിമുഖ്യം പ്രഖ്യാപിക്കുന്നതോടുകൂടി അവർ മാറുകയാണ്. ഒരു പക്ഷേ ബിനിമോളായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമല്ലേ, തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് UDFുമായി ചേർന്ന് ശക്തമായ ഒരു ഫൈറ്റ് പുട്ടപ്പ് ചെയ്യാൻ സാധിക്കും. ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ശ്രീ വേണുഗോപാൽ പറഞ്ഞത്. അല്ലാതെ അതിന് രാജേഷൊക്കെ മറ്റു വ്യാഖ്യാനം കൊടുക്കും. എന്താ പറഞ്ഞത്? ഞങ്ങളും LDFും തമ്മിലാണ് മത്സരിക്കാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഇപ്പം മത്സരം വന്നിരിക്കുന്നത് BJPയും UDFും തമ്മിലുള്ള മത്സരമായി മാറിയിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയമായൊരു ഗതികേടാണ് എന്നേ ഞാൻ പറയുള്ളൂ. ഈ BJPയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്ലോട്ടത്തിൽ നിൽക്കുന്നത് കൊടകരയിലെ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. അതിൽ അന്വേഷണം നിലച്ച മട്ടുണ്ട് എന്ന് പല കോണുകളിലും ആക്ഷേപമുണ്ട്. UDF എങ്ങനെയാണ് അതിനെ നോക്കിക്കാണും? അത് ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞൊരു കാര്യമാണ്. കൊടകര കുഴൽപ്പണ കേസ് വാസ്തവത്തിൽ അത് അന്വേഷിച്ച് സുരേന്ദ്രനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കേരള പോലീസ് എടുത്തത്. തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് ED അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ED അന്വേഷിച്ചോ? 2 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്. ഇപ്പോൾ ഈ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലോടുകൂടി ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ശരിയാണെന്നിപ്പോൾ വന്നിരിക്കുന്നു. ഇത് എവിടെ ഈ കൊടകര കുഴൽപ്പണ കേസിനെ സുരേന്ദ്രനെ രക്ഷിച്ച അവസരത്തിൽ ഞങ്ങൾ UDF ഒരു ആരോപണം കൂടെ ഉന്നയിച്ചു. ഇത് ലാവലിൻ കേസിൽ തുടങ്ങിയതാണ്. പിണറായി വിജയനെ സഹായിക്കുന്ന ഒരു നിലപാട് കേന്ദ്ര CBI എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില ഈ എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണം മരവിപ്പിച്ചു വെച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണല്ലോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെടുത്തത്. അതെല്ലാം BJP CPM അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ അന്തർധാരയുടെ ഭാഗമാണ്. അത് വളരെ പ്രകടമായി കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പൂരക്കലയ്ക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിലൂടെ ആ അന്തർധാര ശക്തിപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിലും അന്തർധാരയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇയാളുടെ വെളിപ്പെടുത്തൽ കാണേണ്ടത്. അതായത് ഇവരുണ്ടാക്കിയ ഇപ്പോഴത്തെ ചേലക്കര പാലക്കാട് ഡീൽ, വയനാട്ടിൽ അതിൻ്റെ ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ചേലക്കര പാലക്കാട് ഡീൽ, ഈ ചേലക്കരയിൽ PV അൻവർ കൂടി ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ വാടകയ്ക്കെടുത്ത് നിർത്തിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ചേലക്കര ജയിക്കണം. അതിന് BJPയുമായി ഒരു രഹസ്യ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാലക്കാട് മാർക്സിസ്റ്റ് പാർട്ടി BJPയെ സഹായിക്കുക, BJP ചേലക്കരയിൽ ഇവരെ സഹായിക്കുക. ഈ ഒരു ധാരണയിലാണ് ഈ ഡീൽ ഉണ്ടാക്കിയത്. ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് സ്ഥിരീകരിക്കുന്ന ഒരു നിലപാടാണ്. അതാണല്ലോ ഈ പൂരം കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് താമസിച്ചേ ഉള്ളൂ എന്നുള്ള പിണറായിയുടെ പ്രസ്താവന. ആ പ്രസ്താവനയോടൊപ്പം പിണറായി വേറൊന്നുകൂടി പറഞ്ഞു, മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ ഭീകരവാദികളായ സംഘടനകളുമായി കൂടി അവരുടെ പഴയ മുഖം മാറിയിരിക്കുന്നു. ഇതെല്ലാം എന്തിനാണ് പറയുന്നതെന്നറിയാമോ? ഭൂരിപക്ഷ വർഗീയതയോട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു. BJPയും RSSും നടത്തുന്ന പ്രചരണത്തിൻ്റെ തനി ആവർത്തനമാണ് ഈ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ CPMുമായിട്ടുണ്ടായിട്ടുള്ള രഹസ്യബന്ധം. ഒന്ന് മാത്രം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെയും CPMൻ്റെയും പ്രചരണം? പൗരത്വ നിയമം, പലസ്തീൻ ഐക്യദാർഢ്യം, ന്യൂനപക്ഷ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചാണ് പ്രചരിപ്പിച്ചത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ എന്നല്ല, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് CPMന് കിട്ടിയില്ല. അപ്പം തന്നെ അവരുടെ നിലപാടിൽ മാറ്റം വന്നു. അവിടെ നിന്നാണ് തുടങ്ങിയത്. അതാണ് PV അൻവർ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് ഹവാല പണവും വരുന്നത്. അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്. അത് പിണറായി വിജയൻ അവരുടെ CPMൻ്റെയും രാഷ്ട്രീയ നയവ്യതിയാനമായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി അതിനായി ഇപ്പോൾ അവസാനം വന്ന് നിൽക്കുന്നത് ഈ പൂരക്കലക്കൽ പറഞ്ഞു. ഇതെല്ലാം ഒരേ ടോണിലാണ് പറഞ്ഞിരിക്കുന്നത്.
BJPക്ക് അനിഷ്ടമുണ്ടാക്കുന്ന ഒരു സമീപനവും ഈ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലിൽ അവരെടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനകളും രാഷ്ട്രീയ നിലപാടുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കുഴൽപ്പണ കേസ് വന്നതോടുകൂടി ഔദ്യോഗികമായി തന്നെ ഞങ്ങളിപ്പോൾ പറയുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ആഫീസ് സെക്രട്ടറിയാണ്, BJPയുടെ ഒരു പ്രധാന പ്രവർത്തകൻ കൂടിയാണ്. ഇത് ഇലക്ഷൻ കാലത്ത് ഒരു സ്റ്റണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് ആ മറുപടി കൊണ്ടൊന്നും ആളുകൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. സംഘടനാപരമായി CPMനുള്ള ആകെ നേട്ടമാണോ അതോ വ്യക്തിപരമായി CPMൽ ആർക്കെങ്കിലും ഉള്ള നേട്ടമാണോ? എന്താണ് UDFും കോൺഗ്രസും സംശയിക്കുന്നത്? ഇതെല്ലാം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണം, ഈ ആരോപണങ്ങളിലെല്ലാം കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയും സഹായവും തേടാൻ വേണ്ടിയുള്ള ഒരു അന്തർധാരയാണിത്. അതിൻ്റെ പ്രധാന തെളിവാണല്ലോ ഇപ്പോൾ ഈ ഡീല് നടന്നപ്പോൾ പറഞ്ഞല്ലോ അയാൾ, കരുവന്നൂർ ബാങ്കിൽ കൊള്ള നടന്നു. പ്രധാനമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നപ്പോൾ തൃശ്ശൂർ വെച്ച് പ്രധാനമന്ത്രി പറഞ്ഞു, ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ കൊള്ളയെക്കുറിച്ച് ഒരു പ്രധാനമന്ത്രി ഇതുപോലൊരു പൊതുയോഗത്തിൽ അവരെയൊന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു ഇതുവരെ? അപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ കൊള്ളയിൽ CPMന് ലഭിച്ച സഹായം, അതിൻ്റെ പ്രത്യുപകാരമാണ് ഈ കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെ സംരക്ഷിച്ചത് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. അതിപ്പോൾ ശരിക്കും ആ ഓഫീസിലുണ്ടായിരുന്ന സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലോടുകൂടി അത് പൂർണ്ണമായി അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. UDFനൊരു സംഘടനാപരമായ കെട്ടുറപ്പിലേക്ക് എത്തുന്ന ഒരു കാലമാണോ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലം? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പരിപൂർണമായി ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഞങ്ങളുടെ മെഷീനറിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി മുമ്പോട്ട് നീങ്ങും. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ളൊരു അഭിപ്രായ ഐക്യമില്ലായ്മ എന്നൊക്കെ കുറിച്ചുള്ള വലിയ ചർച്ചകളും പരാതികളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും വസ്തുതയുണ്ട്? അത് വസ്തുതയൊന്നുമില്ല. അതൊക്കെ KPCC പ്രസിഡന്റ് ചില പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ അതിനെ മറ്റ് നേതാക്കന്മാരോട് ചോദിച്ചിട്ട് അവരുടെ പ്രതികരണം എടുത്ത് വലിയ അഭിപ്രായ വ്യത്യാസമാണ് എന്ന് വരുത്താൻ ബേസിക്കായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളിൽ KPCC പ്രസിഡന്റ്, ഇപ്പം ഞാൻ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു. എന്താണ്? KPCC പ്രസിഡന്റ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. കാരണം നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചല്ലേ KPCCയുടെ നോമിനി എന്നാണ് പറയേണ്ടത്. അദ്ദേഹം പത്രക്കാർ ചോദിച്ചപ്പോൾ പാലക്കാട് DCC അയച്ച കത്ത് ചോർന്നല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്വേഷിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു, ഒരാഴ്ച 8 ദിവസമോ കഴിഞ്ഞ് ഈ കത്ത് അന്വേഷിക്കുന്നതിൽ എന്താ പ്രസക്തി എന്ന് ഞാൻ ചോദിച്ചു. ഇതിനെല്ലാം വേണമെങ്കിൽ വലിയ അഭിപ്രായ വ്യത്യാസമായിട്ട് വെറുതെ കാണിക്കാം. കാരണം KC വേണുഗോപാൽ തന്നെ പറഞ്ഞു, കോൺഗ്രസ്സിനകത്ത് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് വരെ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വ്യക്തികൾക്ക് അപേക്ഷ കൊടുക്കാം. ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് എഴുതി അയക്കാം. രഹസ്യ സ്വഭാവമൊന്നുമില്ല അതിന്. അതുകൂടി പരിഗണിച്ചായിരിക്കുമല്ലോ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. അപ്പോൾ അത് ചോർന്നു പോയി എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി നമ്മൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ തോന്നുന്നു എന്തോ വലിയ രഹസ്യ സ്വഭാവമുള്ള അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളെല്ലാ നേതാക്കന്മാരും തിരഞ്ഞെടുപ്പിന് മുമ്പിലാണ് നിൽക്കുന്നത് എന്നൊരു ചിന്തയോടുകൂടി വിവാദങ്ങളില്ലാതെ പറയണം. അത്രയേ ഉള്ളൂ. ഈ PV അൻവറിന് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ അഭയം കൊടുക്കുമോ അതോ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ അഭയം കൊടുക്കുമോ? അല്ല, ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല. ആദ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഒരു പ്രതികരണം PV അൻവർ ഇനി രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ല അന്നും ഇന്നും ഉള്ളത്. കാരണം PV അൻവർ യഥാർത്ഥത്തിൽ ഉയർത്തിയ പ്രശ്നങ്ങൾ അത് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് ആ പ്രശ്നങ്ങളുടെ മേൽ ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും PV അൻവർ വിവാദം ഉണ്ടാക്കി. ഇതെല്ലാം ചായക്കോപ്പയിലെ കൊടുക്കാറ്റ് പോലെ അപ്പം തീരും. അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവ് ഈ മാർക്സിസ്റ്റും അദ്ദേഹം പറഞ്ഞു BJPയും അതുപോലെ തന്നെ പിണറായി രണ്ടിനെയാണ് തോൽപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് പോലുള്ള മണ്ഡലത്തിൽ CPMനെ തോൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടല്ലേ അദ്ദേഹം എടുക്കേണ്ടത്. അവിടെ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പിന്നീട്
ചേലക്കരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ഈ കോൺഗ്രസിനോടാണ് അദ്ദേഹം പറയുന്നത്, യു ഡി എഫിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ഒരു മാസം മുമ്പുണ്ടാക്കിയ ഒരു പാർട്ടിയുടെ നേതാവാണ്. കോൺഗ്രസ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ, പാർലമെൻ്ററി ബോർഡ് അംഗീകരിച്ചൊരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാൽ ഞാൻ പാലക്കാട് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു PV അൻവറിൻ്റെ പിന്തുണയും സഹായവും ഇല്ലാതെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അവസാനം PV അൻവറിന് തന്നെ മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അങ്ങനെയുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിനകത്തോ UDF-നകത്തോ രാഷ്ട്രീയ അഭയം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നിലപാടല്ലല്ലോ എടുക്കേണ്ടത്. അദ്ദേഹം പിണറായിയെയും അവരുടെ ഏകാധിപത്യത്തെയുമാണ് എതിർക്കുന്നതെങ്കിൽ ഞങ്ങളുടെ നിലപാടിനോട് യോജിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഈ അഭിമുഖത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൽ പ്രധാനമായും 2-3 കാര്യങ്ങൾ ഉയർന്നു വരുന്നത്, ഈ മറ്റൊരു തിരഞ്ഞെടുപ്പ് കാലം പൂർത്തിയാകുമ്പോൾ സർക്കാരിനെതിരെയുള്ള സമരപരിപാടികളിൽ UDF-ന് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ജനപിന്തുണ ആർജിക്കുന്ന കാര്യത്തിൽ? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക്, നമ്മുടെ വോട്ടർമാരുടെ അടുത്തേക്ക് UDF പ്രവർത്തകർ പോകുമ്പോൾ അവരുടെ പ്രതികരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളിലും അതാണ് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PP ദിവ്യക്കെതിരെ അവിടെ നിരന്തരമായി യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇന്നും ഈ കണ്ണൂർ കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ APC പ്രസിഡന്റ് പങ്കെടുത്ത വലിയൊരു പ്രതിഷേധ സമരം നടക്കുകയാണ്. ഈ പത്രത്തിൽ വരുന്ന വാർത്തയ്ക്ക് 24 മണിക്കൂറിൻ്റെ ആയുസേ ഉള്ളൂ. പക്ഷെ അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ തന്നെ അത് സജീവമായി നിർത്തുന്നത് ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങളാണ്. വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് UDF നടത്തി, ഘടകകക്ഷികൾ നടത്തി. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഈ അടുത്ത കാലത്ത് അതെല്ലാം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലെ വികാരം ആളിക്കത്തിച്ചിട്ടുണ്ട്. അവസാനത്തെ ചോദ്യം എന്ന നിലയിൽ കേരളത്തിലെ LDF UDF എന്നുള്ള ഒരു പ്ലോട്ടിൽ നിന്ന്, ഒരു പാറ്റേണിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകളാണ് പലയിടത്തും BJP നേതൃത്വം ആവർത്തിച്ച് പറയുന്നത്. UDF-ന് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? അല്ല, കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP-ക്ക് പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളിലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം അവരവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് കൂടുന്നുണ്ട്. പക്ഷേ ഈ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. അവിടെ സ്വാഭാവികമായിട്ടും BJP-ക്ക് മാത്രമല്ലല്ലോ, ഏതെല്ലാം പാർട്ടികൾക്ക് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ പാർട്ടികൾ, നിരവധി പാർട്ടികൾ അവരുടേതായിട്ടുള്ള പ്രാതിനിധ്യം ഇതിലുണ്ടായിട്ടുണ്ട്. അത് BJP-യും UDF-ഉം CPM-ഉം തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം ഉണ്ടായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറ്റേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം രണ്ടാണ്. ഒന്ന്, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം വളരെ ശക്തമാണ്. 60% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം LDF-ആണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, LDF-ൻ്റെ ഗവൺമെൻറ് അവർക്ക് ഫണ്ട് കൊടുക്കാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേരിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുറത്ത് സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രക്ഷോഭം നടത്തിയില്ലേ? യഥാർത്ഥത്തിൽ പഞ്ചായത്തുകൾ ഞങ്ങൾ നടത്തിയതാണ്. അങ്ങനെയുണ്ട്. രണ്ടാമത്തേത്, ഈ പല പഞ്ചായത്തുകളിലും വലിയ അഴിമതിയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും രക്തസാക്ഷിയാണ് നവീൻ ബാബു. ഇതിന് സമാനമായിട്ടൊരു കേസ് കൂടെ അവിടെ ഉണ്ടായി. ആന്തൂരിലൊരു പ്രവാസി വ്യവസായിയുടെ കല്യാണ മണ്ഡപത്തിലെ ലൈസൻസ് കിട്ടാതെ അവിടെ ഒരു പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്തു. അവിടുത്തെ പ്രസിഡൻ്റ് ആരാണെന്ന് ആളുകൾ ഇപ്പോൾ മറന്നുപോയി. MV ഗോവിന്ദൻ മാഷുടെ ഭാര്യയാണ്. അപ്പോൾ രണ്ടാമത്തെ രക്തസാക്ഷിയാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന മാർക്സിസ്റ്റ്, പ്രത്യേകിച്ച് നേതാക്കളുടെ ഭാര്യമാരായതുകൊണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും അഹങ്കാരവും അഴിമതിയും ധാർഷ്ട്യവും കൊണ്ട് ഭൂരിപക്ഷം പഞ്ചായത്തുകൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പഞ്ചായത്തുകളാണ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു വിധിയെടുത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഓക്കെ, എന്തായാലും വളരെ നന്ദി. ഈ സമയത്തിനും ഈ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കി.